ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഇംഗ്ലീഷ് നല്ലവണ്ണം അറിയാവുന്നവർ സംസാരിക്കുന്നത് കേട്ട് പഠിക്കുന്നതാണ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ ഏറ്റവും എളുപ്പവഴി. ആ ഒരു രീതിയാണ് ഞാൻ ഈ വീഡിയോയിൽ ട്രൈ ചെയ്യുന്നത്. ഇതിനായി ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കണ്ടന്റ് ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ചാനലിൽ പൽക്കി ശർമ്മ നടത്തുന്ന വാൻറ്റേജ് ഷോ എന്നതിൽ നിന്നാണ്. അതിന്റെ സോഴ്സ് ലിങ്ക് ഈസ് ഗിവൻ ഇൻ ദി ഡിസ്ക്രിപ്ഷൻ. സോ ലെറ്റ്സ് ബിഗിൻ. ഈ ലെസൺ നിങ്ങൾ രണ്ട് പാർട്ടായിട്ട് കാണണം. ആദ്യത്തെ പാർട്ടിൽ ഒറിജിനൽ സ്പീച്ച് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിനുശേഷം ആ സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. ഓക്കെ. Our lead story tonight is about Byju's, one of India's most celebrated unicorns. Today, it is a startup engulfed in a crisis. Byju's is huge in education. It's a household name in India. The company became so big that they signed Messi last year. നമ്മളിപ്പോൾ കേട്ട ഈ സംഭാഷണത്തിലെ വാചകങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. ഈ സെന്റൻസുകളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒറിജിനൽ സംഭാഷണം ഒരു പ്രാവശ്യം കൂടെ കേട്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അത് മനസ്സിലാക്കാൻ കഴിയും. സംഭാഷണത്തിലെ ആദ്യത്തെ സെന്റൻസ്, അവർ ലീഡ് സ്റ്റോറി ടുനൈറ്റ് ഈസ് അബൌട്ട് ബൈജൂസ്, വൺ ഓഫ് ഇന്ത്യസ് മോസ്റ്റ് സെലിബ്രേറ്റഡ് യൂണിക്കോൺസ്. ആദ്യത്തെ പാർട്ട് നോക്കുകയാണെങ്കിൽ our lead story tonight is about Byju's. ഞങ്ങളുടെ ലീഡ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പത്രത്തിൽ വരുന്ന പ്രധാന വറ അല്ലെങ്കിൽ ഹെഡ്ലൈൻ അല്ലെങ്കിൽ ഇന്നത്തെ മുന്നിൽ നിൽക്കുന്ന വിഷയം എക്സെട്ര. ലീഡ് എന്ന വാക്കിന് വേറെയും അർത്ഥങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മുഖ്യമായ, വളരെ പ്രധാനപ്പെട്ട, പ്രമുഖമായ എക്സെട്ര. സ്റ്റോറി എന്നതിന്റെ അർത്ഥം കഥ എന്നാണെങ്കിലും ഇവിടെ നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടുള്ള സ്റ്റോറി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള വിഷയം. അപ്പോൾ ദ ലീഡ് സ്റ്റോറി ടുനൈറ്റ് ഈസ് അബൌട്ട് ബൈജൂസ്. ബൈജൂസ് എന്ന സ്ഥാപനത്തിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ, അതായത് ഈ രാത്രിയിലെ, ടുനൈറ്റ്, ഈ രാത്രിയിലെ പ്രധാനമായിട്ടുള്ള വിഷയം അല്ലെങ്കിൽ സ്റ്റോറി. വൺ ഓഫ് ഇന്ത്യസ് മോസ്റ്റ് സെലിബ്രേറ്റഡ് യൂണിക്കോൺ. വൺ ഓഫ് ഇന്ത്യസ് മോസ്റ്റ് സെലിബ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായ, കീർത്തികേട്ട. ഓക്കെ, അതിന്റെ പ്രൊനൗൺസിയേഷൻ നോക്കണം. സെലിബ്രേറ്റഡ് അല്ല, സെലിബ്രേറ്റഡ്. യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ പുരാണങ്ങളിലും മറ്റും കാണുന്ന കുതിരയുടെ ശരീരമുള്ളതും നെറ്റിയിൽ ഒരു കൊമ്പുമുള്ളതുമായിട്ടുള്ള ഒരു മൃഗത്തെയാണ് യൂണിക്കോൺ എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിനെ യൂണിക്കോൺ എന്ന് പറയണമെങ്കിൽ ആ ബിസിനസ് പുതിയതായി ആരംഭിച്ചിട്ടുള്ളതും പെട്ടെന്ന് തന്നെ അതിന്റെ വില അല്ലെങ്കിൽ അതിന്റെ മതിപ്പ് $1 ബില്യൺ കൂടുതലാകണം. അതായത് $100 കോടി കൂടുതൽ ആകുന്ന ഒരു പുതിയ ബിസിനസ്സിനെ യൂണിക്കോൺ എന്ന് പറയും. ഇവിടെ അപ്പൊ പറയുന്നത് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട യൂണിക്കോണുകളിൽ ഒന്നായ ബൈജൂസ്, അതാണ് ഇന്നത്തെ പ്രധാന വിഷയം. Lead story. Today it is a startup engulfed in a crisis. Today it is a startup engulfed in a crisis. Startup എന്ന് പറഞ്ഞാൽ പുതിയതായി ആരംഭിച്ചിട്ടുള്ള ഒരു ബിസിനസ്. ക്രൈസിസ് എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി. engulfed എന്ന് പറഞ്ഞാൽ മുഴുവനായും വിഴുങ്ങിയ അല്ലെങ്കിൽ മുങ്ങിയ ഒരവസ്ഥ. അപ്പൊ കടത്തിൽ മുങ്ങുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രതിസന്ധികളിൽ മുങ്ങിയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണ് ബൈജൂസ്. Today it is a startup engulfed in a crisis. Byju's is huge in education. Byju's is huge education. Huge എന്ന് പറഞ്ഞാൽ വളരെ വലുതായ, ഭീമമായ. അപ്പോൾ ബൈജൂസ് എന്ന സ്ഥാപനം is huge in education, അതായത് വിദ്യാഭ്യാസ രംഗത്ത് ബൈജൂസ് വളരെ വലുതാണ്. എഡ്യൂക്കേഷൻ എന്നാണ് പറയേണ്ടത്. എഡ്യൂക്കേഷൻ, ഡി എന്നത് അവിടെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാൻ പാടില്ല, ജൂ എന്നാണ് വരേണ്ടത്. എഡ്യൂക്കേഷൻ അല്ല, എഡ്യൂക്കേഷൻ. ഇറ്റ്സ് എ ഹൗസ് ഹോൾഡ് നെയിം ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് എ ഹൗസ് ഹോൾഡ് നെയിം ഇൻ ഇന്ത്യ. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും അറിയപ്പെടുന്ന ഒരു നെയിം. അത് ബൈജൂസ് എന്ന പേര് എല്ലാ വീട്ടിലും സാധാരണയായി അറിയപ്പെടുന്നതാണ് ഇന്ത്യയിൽ. ഇറ്റ്സ് എ ഹൗസ് ഹോൾഡ് നെയിം ഇൻ ഇന്ത്യ. ദി കമ്പനി ബിക്കേം സോ ബിഗ് that they signed Messi last year. Company became so big that they signed Messi last year.
അതായത് കഴിഞ്ഞ വർഷം അവർ മെസ്സിയുമായി ഒരു ബിസിനസ് അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോന്ന വണ്ണം ദ കമ്പനി ബിക്കെയിം സോ ബിഗ്. കമ്പനി അത്രയും വലുതായി. മെസ്സിയെ പോലും സൈൻ ചെയ്യാൻ പാകത്തിനുള്ള വലുപ്പം കമ്പനിക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഈ ലെസൺ നിങ്ങൾ 2 പാർട്ടായിട്ട് കാണണം. ആദ്യത്തെ പാർട്ടിൽ ഒറിജിനൽ സ്പീച്ച് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിനുശേഷം ആ സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. ഓക്കെ. Our lead story tonight is about Byju's, one of India's most celebrated unicorns. Today, it is a startup engulfed in a crisis. Byju's is huge in education. It's a household name in India. The company became so big that they signed Messi last year. You may already know this. But here's what you may not know. Right before Byju's announced the Messi deal, they sacked some 2,500 employees. The company was worried about its budget. It wanted to cut costs. So they let go of 2,500 employees, and just days after handing the pink slips, as if to rub salt in the wounds, Byju's announced the Messi deal. You may already know this, but here is what you may not know. You may already know this, but here is what you may not know. നിങ്ങൾക്കത് നേരത്തെ തന്നെ അറിയാമായിരിക്കാം. You may already know this, but പക്ഷേ here is what you may not know. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം ഇതാ. Here is what you may not know. What you may not know. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ സാധ്യത ഇല്ലാത്ത, അറിയാൻ വഴിയില്ലാത്ത ഒരു കാര്യം ഇതാ. Right before Byju's announced the Messi deal, they sacked some 2,500 employees. Right before, തൊട്ട് മുമ്പ്, Byju's announced the Messi deal. മെസ്സിയുമായിട്ടുള്ള ഇടപാട് അനൗൺസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് they sacked some 2,500 2,500 എന്നതിനെ 2,500 എന്നും പറയാം, 100 എന്നും പറയാം. അപ്പോൾ സാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിസ്മിസ് ചെയ്യുക. ഓക്കെ. അപ്പൊ 2,500 എംപ്ലോയീസിനെ അവര് സാക്ക് ചെയ്തു. എപ്പോ? മെസ്സിയുമായിട്ടുള്ള ഇടപാടിന് റൈറ്റ് ബിഫോർ, തൊട്ട് മുമ്പ്. The company was worried about its budget. The company was worried about its budget. അവരുടെ ബഡ്ജറ്റിനെ കുറിച്ച് കമ്പനിക്ക് ആശങ്കയുണ്ടായിരുന്നു. The company was worried about its budget. It wanted to cut costs, so they let go of 2,500 employees. അവർക്ക് അവരുടെ കോസ്റ്റ്, ചെലവുകൾ കട്ട് ചെയ്യണം, ചുരുക്കണമായിരുന്നു. അതിനാൽ so they let go of 2,500 employees. അവരെ വിട്ടയച്ചു. 2,500 എംപ്ലോയീസിനെ അവർ വിട്ടയച്ചു. They let them go. And just days after the pink slips, as if to rub salt in the wounds, Byju's announced the Messi deal. ഇവിടെ നമുക്ക് പല പുതിയ യൂസേജസ് പഠിക്കാവുന്നതാണ്. And just days after handing the pink slips. ഇവിടെ പിങ്ക് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ വഴുക്കുക എന്നർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ പിങ്ക് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ പിങ്ക് കളറിലുള്ള ഒരു പേപ്പർ. അതിനെയാണ് നമ്മൾ ഇവിടെ പിങ്ക് സ്ലിപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം പിങ്ക് കളറിലുള്ള പേപ്പർ എന്നല്ല, ഒരാളെ ഡിസ്മിസ് ചെയ്തിട്ടുള്ള നോട്ടീസ്, അയാൾക്ക് കൊടുക്കുന്ന നോട്ടീസിനെയാണ് അല്ലെങ്കിൽ ആ കത്തിനെയാണ് ഒരു ഇൻഫോർമൽ രീതിയിൽ പറയുന്നത് സ്ലിപ്പ് എന്ന്. ഓക്കെ. അപ്പോ ആൻഡ് ജസ്റ്റ് ഡേയ്സ് ആഫ്റ്റർ ഹാൻഡിങ് ദ പിങ്ക് സ്ലിപ്പ്, അതായത് 2,500 പേരിനെ നമ്മൾ പുറത്താക്കി എന്ന് പറഞ്ഞു. അവർക്ക് എല്ലാവർക്കും പിങ്ക് സ്ലിപ്പ് കൊടുത്തു, അതായത് ഡിസ്മിസൽ ലെറ്റർ കൊടുത്തു. ജസ്റ്റ് ഡേയ്സ് ആഫ്റ്റർ ദാറ്റ്, അതായത് അതിനുശേഷം കുറച്ച് ദിവസങ്ങളുടെ ഉള്ളിൽ ബൈജൂസ് അനൗൺസ് ദ മെസ്സി ഡീൽ, അതായത് ഈ ആൾക്കാരനെ ചെലവ് ചുരുക്കാൻ വേണ്ടി പറഞ്ഞയച്ച ശേഷം ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബൈജൂസ് അനൗൺസ് ദ മെസ്സി ഡീൽ. മെസ്സിയുമായിട്ടുള്ള ഡീൽ, കരാറ്, ഏർപ്പാട് ബൈജൂസ് എന്ന സ്ഥാപനം അനൗൺസ് ചെയ്തു. ഇങ്ങനെ ചെയ്തത് പിരിച്ചുവിട്ടവരുടെ മുറിവുകളിൽ ഉപ്പ് തേക്കുന്നതിന് തുല്യമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ചെലവ് ചുരുക്കാനായി ആൾക്കാരെ പിരിച്ചുവിടുകയും അതിനെക്കാട്ടിയും വൻ തുക കൊടുത്ത് മെസ്സിയെ പോലുള്ള ഒരു സൂപ്പർ സ്റ്റാറിന് ഇന്നത് വഴി ഇവരുടെ മുറിവുകളിൽ ഉപ്പ് തേച്ചു. ആസ് ഇഫ്
ടു റബ് സോൾട്ട് ഇൻ ദി വൂൺസ്. വൂണ്ട് അല്ലെങ്കിൽ വൂൺസ് എന്ന് പറഞ്ഞാൽ മുറിവുകൾ. മുറിവുകളിൽ റബ് സോൾട്ട്. റബ് പറഞ്ഞാൽ തേക്കുക, സോൾട്ട് ഉപ്പ്. അപ്പോൾ ഉപ്പ് അവരുടെ മുറിവുകളിൽ തേക്കുന്നതിന് തുല്യമായിരുന്നു. പിങ്ക് സ്ലിപ്പ് കൊടുത്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മെസ്സി പോലെയുള്ള ഒരു സൂപ്പർ സ്റ്റാറുമായിട്ടുള്ള ഡീല് ബൈജൂസ് അനൗൺസ് ചെയ്തത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള പുതിയ വാക്കുകളും എക്സ്പ്രഷൻസും യൂസേജസും എല്ലാം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. You may already know this, but here's what you may not know. Right before Byju's announced the Messi deal, they sacked some 2,500 employees. The company was worried about its budget. It wanted to cut costs. So they let go of 2,500 employees, and just days after handing the pink slips, as if to rub salt in the wounds, Byju's announced the Messi deal. This happened at a time when investors were building pressure on the company. The company was losing money. It had reported a revenue loss of more than $54 million. There were calls to slash cost. And how did Byju's respond? By spending more money. They splurged on ad films with Messi. This happened at a time when investors were building pressure on the company. This happened at a time when investors were building pressure on the company. ഇൻവെസ്റ്റ് ചെയ്തവർ കമ്പനിയുടെ മേൽ പ്രഷർ, സമ്മർദ്ദം ബില്ല് ചെയ്തു കൊണ്ടുവരികയായിരുന്നു. ആ സമയത്താണ് ഇത് സംഭവിച്ചത്. വെൻ ദ ഇൻവെസ്റ്റേഴ്സ് വെയർ ബിൽഡിംഗ്, ഇവിടെ നമ്മൾ ബിൽഡിംഗ് എന്ന് പറയുന്നത് നൗൺ ആയിട്ടല്ല, അതായത് നാമമായിട്ടല്ല, കെട്ടിടം എന്ന അർത്ഥത്തിലല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്, വേർബ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രഷർ ബിൽഡ് ചെയ്ത് വരുന്ന സമയത്ത്, ഇൻവെസ്റ്റേഴ്സ് കമ്പനിയുടെ മേൽ പ്രഷർ ബിൽഡ് ചെയ്ത് വരുന്ന സമയത്താണ് ദിസ് ഹാപ്പൻഡ്, ഇത് സംഭവിച്ചത്. ദ കമ്പനി വാസ് ലൂസിംഗ് മണി. ദ കമ്പനി വാസ് ലൂസിംഗ് മണി. കമ്പനി പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വാസ് ലൂസിംഗ് മണി. It had reported a revenue loss of more than $54 million. Had reported a revenue loss of more than $54 million. It had reported, അതായത് കമ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നു, a revenue loss. A revenue loss പറഞ്ഞാൽ ഒരു നഷ്ടം, വരുമാന നഷ്ടം of more than $54 million. $54 million മേലെ റവന്യൂ ലോസ്, നഷ്ടം അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. There were calls to slash cost. And how did Byju's respond? By spending more money. There were calls to slash cost. And how did Byju's respond? By spending more money. Slash എന്ന് പറഞ്ഞാൽ വെട്ടുക. അപ്പോൾ സ്ലാഷ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെലവിനെ വെട്ടി കുറയ്ക്കുന്നതിനെയാണ് ഇവിടെ സ്ലാഷ് കോസ്റ്റ് എന്ന് പറഞ്ഞത്. There were calls. കോൾസ് എന്ന് പറഞ്ഞാൽ ടെലിഫോൺ കോളിനെ പറ്റിയിട്ടല്ല പറയുന്നത്. അതായത് ആളുകൾ, ഇൻവെസ്റ്റേഴ്സ് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ടു സ്ലാഷ് കോസ്റ്റ്. How did Byju's respond? റെസ്പോണ്ട് എന്ന് പറഞ്ഞാൽ പ്രതികരിക്കുക. അപ്പോൾ ഇവിടെ ഹൗ ഡിഡ് ബൈജൂസ് റെസ്പോണ്ട് എന്നൊരു ചോദ്യമാണ്. അതായത് ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ബൈജൂസ് എങ്ങനെയാണ് പ്രതികരിച്ചത്? ബൈ സ്പെൻഡിങ് മോർ മണി. ബൈ സ്പെൻഡിങ് മോർ മണി, കൂടുതൽ പണം ചെലവഴിക്കുകയാണ് ബൈജൂസ് ചെയ്തത്, പ്രതികരിച്ചത്. They splurged on ad films with Messi. They splurged on ad films with Messi. Splurge എന്ന് പറഞ്ഞാൽ ആർഭാടം കാണിക്കുക അല്ലെങ്കിൽ ആഡംബരത്തിന് വേണ്ടി. അപ്പൊ ഇവിടെ അവർ പറയുന്നത് ഇത്രയും പൈസയും അല്ലെങ്കിൽ ചെലവും ചുരുക്കുവാനായി ശ്രമിക്കുന്നതിന് പകരം ബൈജൂസ് സ്പ്ലേർജ്ഡ് ഓൺ ആഡ് ഫിൽംസ് വിത്ത് മെസ്സി. മെസ്സിയെ വെച്ചുള്ള ആഡ് ഫിൽംസ് ചെയ്യുവാനായി കുറേ പണം ഇവർ ചെലവഴിച്ചു. They splurged money. This happened at a time when investors were building pressure on the company. The company was losing money. It had reported a revenue loss of more than $54 million. There were calls to slash cost. And how did Byju's respond? By spending more money. They splurged on ad films with Messi. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ ഒരു ടീച്ചിങ് രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ്സിലൂടെ എന്നെ അറിയിക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.